ഓണക്കാലത്തെങ്കിലും സർക്കാർ കാര്യക്ഷമമായി ഇടപെടും എന്ന പ്രതീക്ഷയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ തെറ്റിയിരിക്കുക. ഇപ്പം എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. ഓണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമായും പറയാനുള്ളത്. നമ്മുടെ ഓണാഘോഷം മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത്തവണയുള്ള പ്രധാന പ്രശ്നം വല്ലാത്ത ആശങ്ക വിലക്കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് കൊള്ളുന്ന വിലയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഓണക്കാലാവുമ്പോൾ ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. അരി, പഞ്ചസാര, പച്ചക്കറി, വെളിച്ചെണ്ണ, പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കാകെ വില അനുദിനം വർദ്ധിക്കുന്ന രീതിയാണ്. അരിക്ക് കിലോവിന് 15 രൂപയിലേറെ വർധനവുണ്ടായിട്ടുണ്ട്. പച്ചക്കറിക്കും പഴങ്ങൾക്കെല്ലാം ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് വിപണി ഇടപെടലിന് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തയ്യാറാക്കിയിരുന്നു. എല്ലാവർക്കും അറിയാം, 2016 മുതൽ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ വില വർദ്ധിപ്പിച്ചില്ല. 10ാം വർഷം അവസാനമാണ് സബ്സിഡി നിരക്കിൽ നാമമാത്രമായ വർധനവ് വരുത്തിയത്. അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ നല്ല തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ പോയി ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നിലയാണ് നാം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാനായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ഭരണമാറ്റം സംഭവിച്ചു. ഇപ്പോ സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുക. റേഷൻ കടകൾ വഴി ഇതര വിഭാഗങ്ങൾക്ക്, മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന സ്പെഷ്യൽ അരിയുടെ വില നേരത്തെ 10 രൂപ 90 പൈസയായിരുന്നുവെങ്കിൽ 26 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുക. മാത്രമല്ല അളവും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഗുണനിലവാരം കുറഞ്ഞ അരിയാണ് നൽകുന്നതെന്ന പരാതിയും അതോടൊപ്പം ഉണ്ട്. പൊതുവിപണിയിലാണെങ്കിൽ അരിവില വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ
നേരത്തെ ചെയ്തിരുന്നത് ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കും. അത് വിതരണം ചെയ്യുന്നത് വലിയ ആശ്വാസമായിരുന്നു. അതിപ്പോൾ നിലച്ചു. അത് വില പിടിച്ചു നിർത്തുന്നതിന് ഒരു സംവിധാനവും ഇല്ലാതാക്കുന്ന നിലയാണ് വന്നത്. ഓണക്കാലത്തെങ്കിലും സർക്കാർ കാര്യക്ഷമമായി ഇടപെടും എന്ന പ്രതീക്ഷയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ തെറ്റിയിരിക്കുക. മുൻഗണനാ വിഭാഗങ്ങൾക്ക് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നൽകി വരുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം അതും താളം തെറ്റി. 6 ലക്ഷത്തിലേറെ കിറ്റുകളാണ് സംസ്ഥാനത്ത് ഇങ്ങനെ വിതരണം ചെയ്തിരുന്നത്. അവിടെ ഇപ്പോൾ കേൾക്കുന്നത് 1/2 ലക്ഷത്തിൽ പരം മാത്രമാണ് ഇതുവരെ നൽകിയത് എന്നാണ്. ഇത്തവണ ഇത് ഗണ്യമായി കുറക്കുവാൻ രഹസ്യ നീക്കം നടക്കുന്നുവെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെ ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണക്കിറ്റ് വിതരണം ചെയ്ത് പൂർത്തിയാകുമായിരുന്നു. അത് നമ്മുടെ ഗുണഭോക്താക്കളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. റേഷൻ കട വഴി നൽകുന്ന അരി, അതിൽ സ്പെഷ്യൽ അരി പലയിടത്തും എത്തിയില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്.